പോകുന്നത്? എനിക്ക് തോന്നുക അല്ല, അതുതന്നെയാണ് കാരണം. എന്തിനാണ് പള്ളിയിൽ വന്നത് എന്നറിയത്തില്ലാത്തത് കൊണ്ടാ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ അജ്ഞത കൊണ്ട്. എന്തിനാണ് പള്ളിയിൽ വന്നതെന്ന് അറിയാമായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പോലെയല്ല, ഇന്ന് കുർബാന ആഘോഷിക്കുന്നത് പോലെ അല്ല നമ്മൾ ആഘോഷിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ പള്ളിയിൽ വരാനുള്ള കാരണം, ഞായറാഴ്ച കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കാനുള്ള കാരണം വികാരിയച്ഛന്റെ നിർബന്ധം കൊണ്ടോ സഭയുടെ നിർബന്ധം കൊണ്ടോ മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് കൊണ്ടോ അല്ല. തിരുസഭയുടെ കൽപ്പനകളിൽ ഒന്നായത് കൊണ്ടല്ല ഞാനും നിങ്ങളും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നത്. ഞാനും നിങ്ങളും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ ഒരു കാരണമുണ്ട്. ആ കാരണം കണ്ടുപിടിച്ചേ പറ്റൂ. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാമത്തെയും 20-ാമത്തെയും തിരുവചനങ്ങളില് വളരെ കൃത്യമായിട്ടറിയാം ഞാനും നിങ്ങളും പള്ളിയിൽ പോകാനുള്ള കാരണം എന്താണെന്നറിയാവോ? ഇത് അവന്റെ കൽപ്പനയാണ്. ഇതവന്റെ കൽപ്പനയാണ്. എന്താ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പറയുന്നത്? 19-ാമത്തെ തിരുവചനത്തില് കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞ് ഈശോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാമോ എന്നാണോ ചോദിച്ചേ? അല്ല, ചെയ്യണം. ഇംഗ്ലീഷിൽ വളരെ കൃത്യമാ, ഒരു സംശയവും വേണ്ട. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെന്റെ നാമത്തില് ചെയ്യണം, ചെയ്തേ പറ്റൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുസഭ ഇങ്ങനെ ഒരു കൽപ്പന ഉണ്ടാക്കാനുള്ള കാരണം ഇത് തമ്പുരാന്റെ കൽപ്പനയായതുകൊണ്ട്, അല്ലാതെ തിരുസഭ എവിടുന്നേലും കൊണ്ടുവന്നതല്ല. ഇത് ചെയ്യണമെന്നുള്ളത് അവന്റെ ആഗ്രഹമാ. ചെയ്യാമോ എന്നല്ല ചോദിച്ചത്, ചെയ്താ കൊള്ളാമെന്നും പറഞ്ഞില്ല. ഇത് ചെയ്തേ പറ്റൂ. എന്റെ അനുയായികളാണെങ്കിൽ, എന്നിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ഇത് നീ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. അപ്പൊ ഇത് ചെയ്യാത്തവന് ഈശോയോട് സ്നേഹമുള്ളവനാണെന്ന് പറഞ്ഞു നടക്കാൻ പറ്റുമോ? കുർബാന വേണ്ട, എനിക്ക് ഈശോ മതിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സത്യവിശ്വാസത്തിനെതിരാ, യേശുവിന്റെ പ്രബോധനങ്ങൾക്കെതിരായിട്ട് തന്നെയാ ജീവിക്കുക. അതുകൊണ്ട് തന്നെയാ കത്തോലിക്കാ സഭ പഠിപ്പിക്കുക, ദിവ്യകാരുണ്യമില്ലാത്ത, കൗദാശിക ആഘോഷങ്ങളില്ലാത്ത ഒരു സഭയെയും ഒരു സഭാ സമൂഹത്തെയും സഭ അംഗീകരിക്കുന്നില്ല. കത്തോലിക്കാ സഭ ദിവ്യകാരുണ്യം അംഗീകരിക്കാത്ത, ദിവ്യകാരുണ്യ ആഘോഷങ്ങളില്ലാത്ത ഒരു വ്യക്തിക്കും യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന്, യേശുവിന്റെ അനുയായിയാണെന്ന്, യഥാർത്ഥ അനുയായിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവന്റെ ആഗ്രഹമായത്. തന്നിൽ വിശ്വസിക്കുന്നവര് മുടങ്ങാതെ ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചതാ. കൽപ്പനയല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടേനെ. കൽപ്പനയല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടേനെ. കൺവെൻഷന് വരാത്തതിന്റെ പേരിൽ നിങ്ങളുടെ ഒരു വികാരിയച്ഛനും പറഞ്ഞു കുമ്പസാരിക്കണം എന്ന് പറയല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വരാം, താല്പര്യമുള്ളവർക്ക് വരാം, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. പക്ഷേ ദിവ്യകാരുണ്യം അങ്ങനെയല്ല. ഇത് തമ്പുരാന്റെ കൽപ്പനയാ. കൽപ്പനയാണെങ്കിലോ ലംഘനം പാപവുമാണ്. കൽപ്പനയാണെങ്കിൽ ലംഘനം പാപമാണ്. അതുകൊണ്ടാ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ പറഞ്ഞു കുമ്പസാരിക്കണം എന്ന് സഭ നിഷ്കർഷിച്ചിരിക്കുന്നത്. ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ പറഞ്ഞു കുമ്പസാരിക്കണം. ഗൗരവതരമായ പാപമാ. തമ്പുരാന്റെ കൽപ്പനയ്ക്കെതിരാ, അവന്റെ ആഗ്രഹത്തിനെതിരാ. അവന്റെ വിശ്വാസികള്, അവന്റെ അനുയായികള് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ച, തീഷ്ണമായി ആഗ്രഹിച്ച കാര്യത്തെ നിരാകരിക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ആഘോഷത്തില് പങ്കെടുക്കാതെ ഞായറാഴ്ച പരിപാടികൾ ഏറ്റെടുക്കുന്നത് വളരെ ബോധപൂർവം വേണം, വളരെ ബോധപൂർവം വേണം. തമ്പുരാന്റെ കൽപ്പനയെ ലംഘിക്കരുത്. തമ്പുരാന്റെ ആഗ്രഹത്തിന് എതിരായിട്ട് നിൽക്കരുത്. അവന്റെ വിശുദ്ധ ദിവസത്തെ വളരെ താല്പര്യത്തോടുകൂടെ കർത്താവിന്റെ ആരാധന, ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട്, ദിവ്യകാരുണ്യ പ്രഘോഷണത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത്. പഠനത്തിന്റെ പിള്ളേരെ പഠിപ്പിക്കാനുള്ള വ്യഗ്രതയില് ഞായറാഴ്ച പോലും ട്യൂഷൻ കൊടുക്കാനും കുർബാന ഒഴിവാക്കാനും ശ്രമിക്കുന്ന കത്തോലിക്കർ ഏറി വരുന്ന ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ കൽപ്പന എന്താണെന്ന് മനസ്സിലാക്കാനും
ദൈവജനത്തെ പഠിപ്പിക്കാനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു കാര്യവും കൂടെ നമ്മൾ ഓർക്കണം. സഭയുടെ ആദ്യ 800 വർഷക്കാലം, ആദ്യ 8 നൂറ്റാണ്ടുകളില് ബാക്കി എന്തൊക്കെ ദൈവശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കുർബാനയുടെ കാര്യത്തിൽ മാത്രം ആദ്യ 800 വർഷം സഭയിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടു കൂടി ഓർക്കേണ്ടതാ. കാരണം ദിവ്യകാരുണ്യം ക്രിസ്ത്യാനിയുടെ ജീവനായിരുന്നു, ജീവിതമായിരുന്നു. ആദ്യ നൂറ്റാണ്ടുകളിലെ മനുഷ്യരുടെ ജീവനും ജീവിതവുമായിരുന്നു ഇത്. അതേക്കുറിച്ച് തർക്കിക്കാൻ, അതേക്കുറിച്ച് വഴക്കുണ്ടാക്കാൻ അവര് മെനക്കെട്ടിട്ടില്ല. അത് ആഘോഷിക്കുകയാ ചെയ്തത്. എല്ലാ സഭകളും ദിവ്യകാരുണ്യത്തിന് വർദ്ധിച്ച രീതിയിൽ പ്രാധാന്യം കൊടുക്കണമെന്ന സഭ ഇന്ന് ആവശ്യപ്പെടും നമ്മള്. പക്ഷേ ഞാൻ പറഞ്ഞത് തമ്പുരാന്റെ കൽപ്പനയാണോ എന്ന് പറഞ്ഞു, പള്ളിയിൽ പോകുക എന്നുള്ളത്, അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുക. എന്താ കൽപ്പന എന്നതാ? കൽപ്പന വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടു നോക്കിയേ. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്ന്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. എന്തോ ഒന്നിനെ കാണിച്ചു കൊടുത്ത് വെറുതെ അങ്ങ് പറയുകയല്ല. കൃത്യമായി ചെയ്യാനുള്ള കാര്യങ്ങള് തമ്പുരാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ചെയ്യേണ്ടത് എന്താണെന്ന് അവൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നോക്കി പഠിക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. 12 പേരെയും ചുറ്റുമിരുത്തി അവൻ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാ വിട്ടത്. അതുകൊണ്ട് തന്നെയാ ഉത്ഥാനത്തിന് ശേഷം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ തിരുവചനത്തില് നമ്മൾ കാണുന്നു, അവര് ഒരുമിച്ച് കൂടി അപ്പം മുറിക്കൽ ശുശ്രൂഷയില് പങ്കെടുത്തു. ആദ്യ കാലത്ത് കുർബാനയ്ക്ക് വിളിച്ച പേരാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ. ബൈബിളിൽ കുർബാനയ്ക്ക് കാണുന്ന 3 പേരുകളിൽ ഒന്നാണിത്. അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നൊരു പേര് നമ്മൾ കാണും അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ തിരുവചനത്തില്. കർത്താവിന്റെ അത്താഴം എന്നൊരു പേര് നമ്മൾ കാണും. അത് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 17 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിലാ നമ്മൾ കാണുന്നത് കർത്താവിന്റെ അത്താഴം. 3-ാമത് കുർബാനയ്ക്കൊരു പേര് ബൈബിളിൽ നിന്ന് തന്നെ വന്നതാണ്, നന്ദി പറച്ചിൽ എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ആദിമ സമൂഹം, ശിഷ്യന്മാര് ഉത്ഥാനത്തിന് ശേഷം ഒരുമിച്ച് കൂടി ആഘോഷിച്ചത് വിശുദ്ധ കുർബാനയാ, ദിവ്യകാരുണ്യ ആഘോഷമാ. കാരണം അത് തമ്പുരാന്റെ കൽപ്പനയായിരുന്നു. ചെയ്യേണ്ടത് എന്ത് എന്ന് അവൻ അവരെ പഠിപ്പിച്ചിരുന്നു. ഇനി എന്താണത് ചെയ്യേണ്ടത്? വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ കുർബാനയിൽ എന്ത് ചെയ്യണമെന്ന് തമ്പുരാൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എവിടെ വെച്ചാണെന്നറിയാവോ? സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ച്. സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ചാണ് വിശുദ്ധ കുർബാനയെ കുറിച്ച് അവര് ചെയ്യേണ്ടത് എന്താണെന്നതിനെ കുറിച്ച് യേശു വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചത്. വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു. 12 പേരെയും അവൻ വിളിച്ചു കൊണ്ടുവന്നു. ഈ പെസഹ തിരുനാള് വളരെ കേമമായിട്ട് ആഘോഷിക്കണമെന്ന് അവന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് സെഹിയോൻ ഊട്ടുശാല അവൻ തെരഞ്ഞെടുത്തു പെസഹ ആചരണത്തിന് വേണ്ടിയിട്ട്. പ്രാർത്ഥന മറന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഇനി നമ്മുടെ ഹൃദയവും മനസ്സും മുഴുവൻ ഈ സെഹിയോൻ ഊട്ടുശാലയിലേക്ക് നമ്മളൊന്ന് കൊണ്ടുപോവുകയാ. എന്തിനാണെന്നറിയാവോ? തമ്പുരാന്റെ കൽപ്പന നോക്കി പഠിക്കാൻ, അനുഭവിക്കാൻ. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നാളെ ഞാൻ കുർബാനയിൽ എന്തു ചെയ്യണമെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി പഠിക്കാൻ. പ്രാർത്ഥനയോടുകൂടെ, ഈ അമ്മയുടെ സഹായത്തോടുകൂടെ സെഹിയോൻ ഊട്ടുശാലയിൽ നടന്ന സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോകാം. ജെറുസലേം ദേവാലയത്തിന്റെ പുറകുവശത്തുള്ള വളരെ മനോഹരമായ ഒരു കൊച്ചു മാളികമുറി. ആ മാളികമുറിയാ യേശു 12 ശിഷ്യന്മാരോടുമൊപ്പം പെസഹായ്ക്ക് ആഘോഷിക്കാനായിട്ട് തെരഞ്ഞെടുത്തു. അത്താഴത്തിന് സമയമായി. അത്താഴത്തിന് സമയമായി. സെഹിയോൻ ഊട്ടുശാലയിൽ കയറിയ സന്തോഷം കൊണ്ട് ശിഷ്യന്മാരെല്ലാം കാഴ്ചകൾ കാണുമ്പോൾ യേശു മാത്രം താൻ സ്ഥാപിക്കാൻ പോകുന്ന കുർബാനയെക്കുറിച്ചും തനിക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം. സെഹിയോൻ ഊട്ടുശാലയിൽ നിന്നാല്
ജെറുസലേം ദേവാലയവും കെദ്രോൺ അരുവിയും ഗെത്സമൻ തോട്ടവും ഒലിവ് മലയും ബഥാനിയയിലേക്കുള്ള വഴിയും ഒക്കെ കാണാനായിട്ട് പറ്റും. വളരെ മനോഹരമായി കാഴ്ചകള്